യൂറിനെയും കങ്ചോരിനെയും കണ്ടിട്ടുണ്ടായിരുന്ന രാജാവും ഒരുപാട് ദേഷ്യപ്പെടുന്നു. രാജാവായിട്ട് തന്നെ ആയിരുന്നല്ലോ അവരെ നാട് കടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനിരിക്കെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ വീണ്ടും കൊട്ടാരത്തിലേക്ക് എത്തിയതെന്നൊക്കെ ചോദിച്ച് രാജാവ് സംസാരിക്കുന്ന സമയത്ത് അവിടേക്ക് രാജാവിന്റെ വൈഫ് കൂടി എത്തുകയാണ്. വൈഫാകട്ടെ ഇപ്പോൾ തന്നെ യോഗിന് കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനിരിക്കെ എന്റെ മകനെയോ അല്ലെങ്കിൽ രാജാവിനെയോ കൊലക്കി കൊടുക്കുവാനായിട്ട് ഞാൻ ഒട്ടും തന്നെ തയ്യാറല്ല. അതുകൊണ്ടായിരുന്നു ഇവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാനും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അവർക്ക് ശിക്ഷ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് പകരമായിട്ട് എനിക്കാണ് ശിക്ഷ നൽകേണ്ടതെന്ന് പറഞ്ഞ് ആകെ കരയുകയാണ് അവരും. കണ്ണ് കാണാത്ത മന്ത്രവാദി ഒരാൾ അറ്റാക്ക് ചെയ്യുവാനായിട്ട് എത്തുകയാണ്. അയാളെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്ന ആളുടെ അടുത്തേക്ക് മന്ത്രവാദിയും ഓടിയെത്തുന്നു. അത് ആരാണെന്നൊന്നും തന്നെ റിവീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും അയാൾക്ക് കീഴിലായിട്ടാണ് ഈ ഒരു മന്ത്രവാദി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൂട്ടുന്നത്. യോങ്ങിൻ മരിച്ചു എന്നൊക്കെ അറിഞ്ഞിട്ട് ആ ഒരു ദേഷ്യത്തിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും എട്ട് കാലുള്ള പ്രേതം വളരെയധികം ശക്തിശാലിയാണ്. ഉറപ്പായിട്ടും ആ ഒരു പ്രേതം രാജകുമാരന്റെ ശരീരത്തിൽ കയറുന്നതായിരിക്കും. അങ്ങനെ രാജകുമാരനെയും കൊല്ലുന്നതായിരിക്കുമെന്നൊക്കെ മന്ത്രവാദി പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കണ്ണ് കാണാത്ത മന്ത്രവാദിയെ കൊല്ലുവാനായിട്ടായിരുന്നു അയാൾ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഒരു മാസത്തെ സമയമൊക്കെ മന്ത്രവാദിക്കും അനുവദിച്ചു കിട്ടുകയാണ്. യോങ്ങിന് മരണപ്പെട്ട സ്ഥലത്ത് അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന യൂറിയും തന്റെ കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് രാജാവിന്റെ അടുത്തും അറിയിക്കുന്നു. അതായത് യോങ്ങിന് മരിച്ച സ്ഥലത്ത് നിന്നും ഒരു പേപ്പറൊക്കെ അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു പേപ്പറിൽ കരി കൊണ്ടായിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എട്ട് കാലുള്ള പ്രേതം ഉറപ്പായിട്ടും തീ കാരണം വെന്തുരുക്കി കൊല്ലപ്പെട്ട ഒരു പ്രേതമൊക്കെ ആയിരിക്കും. ആ പ്രേതത്തിന് രാജാവിന്റെ കുടുംബത്തിന്റെ അടുത്ത് വളരെയധികം ദേഷ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ടാർഗറ്റ് ചെയ്തത് വരുന്നതും. അതേസമയം ഒരു മന്ത്രവാദിയാണ് ഈ പ്രേതത്തെ വിളിച്ചു വരുത്തുന്നത്. ആ ഒരു മന്ത്രവാദി കാരണമാണ് യോങ്ങിൻ മരണപ്പെട്ടതും. ഇത്രയും കാര്യങ്ങൾ യൂറി പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതേ പേപ്പർ നോക്കിയിട്ടുണ്ടായിരുന്ന ഗംഗ്ചോരിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാനായിട്ടുണ്ടായിരുന്നു. അതായത് നേരത്തെ ഗംഗ്ചോരി എട്ടുകാലുള്ള പ്രേതത്തെ ആക്രമിച്ച സമയത്ത് അതിന് മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ അത് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ മന്ത്രവാദി പ്രേതത്തെ വിളിച്ചു വരുത്തിയതിനു ശേഷം യോങ്ങിന് ബലി കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രേതത്തിന് കുറച്ചുകൂടി പവറൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്ത് പ്രേതം ഉറപ്പായിട്ടും വീണ്ടും നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. നിങ്ങളെയും നിങ്ങളുടെ മകനെയും കൊല്ലാത്ത പ്രേതവും അടങ്ങുകയില്ല എന്ന് രാജാവിന്റെ അടുത്തായിട്ടും ഗംഗ്ചോരി അറിയിക്കുന്നു. എട്ട് കാലുള്ള പ്രേതത്തെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന കാര്യം എനിക്ക് വാക്ക് നൽകുവാനായിട്ട് സാധിക്കുകയില്ല. എങ്കിൽ പോലും ആ പ്രേതം കാരണം ഇനി ആരും ആക്രമിക്കപ്പെടാതിരിക്കുവാനായിട്ട് താനും തന്റെ പരമാവധി ചെയ്യുന്നതായിരിക്കുമെന്ന് യൂറി പറയുമ്പോഴത്തേക്കും ഞാനൊരു രാജാവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരിക്കലും മന്ത്രവാദം ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ യൂറിനെ കണ്ണാടി ഉണ്ടാക്കുന്ന ആളായിട്ടും യൂൺകാപ്പനെ നേരത്തെ തന്നെ എക്സാമിനർ ആയിട്ടും ഇവിടെ തന്നെ നിർത്തുവാനായിട്ട് താനും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന രീതിക്കാണ് രാജാവ് പറയുന്നത്. അതായത് ഇവർക്ക് ഇവരുടെ റിയൽ ആയിട്ടുള്ള ഐഡന്റിറ്റി പുറത്തു പറയുവാനായിട്ട് സാധിക്കുകയില്ല. അതിന് പകരമായിട്ട് രാജാവിന്റെ ജോലിക്കാരെന്ന രീതിക്കാണ് കൊട്ടാരത്തിൽ നിൽക്കുന്നത്. വോണിയോ രാജ്ഞിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. രാജ്ഞിയും തന്റെ മകൻ മരിച്ച വിഷമത്തിലേക്ക് ഇരിക്കുന്നു. ഞാൻ ഒരിക്കൽ പോലും അവനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലും അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അതൊക്കെ ചെയ്തായിരുന്നു ഞാൻ അവനെ വളർത്തേണ്ടിയിരുന്നത്. എപ്പോഴും അവനെ ഞാൻ വേദനിപ്പിക്കുകയും വഴക്ക് പറയുകയും മാത്രമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ അടുത്ത് തന്നെ കുറ്റബോധമൊക്കെ തോന്നുന്നു എന്ന രീതിക്ക് രാജ്ഞിയും സംസാരിക്കുന്നു. വോണിയും അവിടെ നിന്നും തിരിച്ചു പോകുന്ന സമയത്ത് ഒറ്റക്കലൻ പ്രേതം വോണിയോനെ പിന്തുടർന്നുകൊണ്ടൊക്കെ പോകുന്നു. രാജാവ് യൂൺകാപ്പിനെ നാട് കടത്തിയതായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും അവനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണെന്നുള്ള ഒരു കാര്യമൊക്കെ മിനിസ്റ്റർ ക്വാക്കിന്റെ ഒരു സ്പൈയും അയാളെ വന്ന് അറിയിക്കുകയാണ്. യൂൺകാപ്പ് പണ്ടത്തേതുപോലെ ഒന്നും അല്ലല്ലോ. ഇപ്പോൾ മൊത്തത്തിൽ വ്യത്യസ്തമായിട്ടാണല്ലോ സംസാരിക്കുന്നതും പെരുമാറുന്നതും. അതുകൊണ്ട് തന്നെ വളരെ വില കൂടിയ ഒരു മരുന്നൊക്കെ ആയിട്ടാണ് ഇപ്പോൾ യൂൺകാപ്പിന്റെ അമ്മ എത്തിയിട്ടുള്ളത്. അമ്മയും യൂൺകാപ്പിനെ വളരെ നിർബന്ധിച്ച് മരുന്നൊക്കെ കൊടുപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ യൂൺകാപ്പും അതിൽ പകുതി മരുന്നോളം തുപ്പിക്കളയുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മയും അങ്ങനെ അവിടെ നിന്ന് പിണങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും യൂറിയും അവന്റെ ദേഹത്തേക്ക് ഉണ്ടായിരുന്ന മരുന്നൊക്കെ തൂത്ത് കളയുകയായിരുന്നു. നീ എന്തിനാണ് അമ്മയുമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്നത്? നിനക്ക് ആ മരുന്നൊക്കെ അങ്ങ് കഴിച്ചാൽ പോരെ എന്ന് യൂറിയും അവന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും അതിന്റെ അകത്ത് പാമ്പിന്റെ വാലൊക്കെ ചേർത്തിട്ടുണ്ട്. പാമ്പെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രദറിനെ പോലെയാണ്. അങ്ങനെ ഇരിക്കെ ആ ഒരു മരുന്ന് ഞാൻ ഒരിക്കലും കഴിക്കുകയില്ല എന്ന് പറഞ്ഞ് അവനും വാശി പിടിക്കുന്നു. ഗംഗ്ചോരിയും യൂറിയും വളരെ ക്ലോസ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഗംഗ്ചോരിക്കും അവളെ കിസ് ചെയ്യുവാനായിട്ട് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവനും അവളെ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്നും പോകുന്നു. എങ്കിൽ പോലും അവളും അവനും ഒരുപോലെ തന്നെ നേരത്തെ അവൻ അവളെ തൊട്ടിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെയാണ് ആലോചിക്കുന്നത്. യൂറിയും കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി തന്റെ ജോലിയൊക്കെ ചെയ്യുന്നു. അതേസമയം ഗംഗ്ചോരിയും കുറച്ച് അകലായിട്ട് അവളെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടൊക്കെയായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും കുറെ നേരം അങ്ങനെ ഇരുന്ന് മടുത്തിട്ടുണ്ടായിരുന്ന അവനും അവളുടെ അടുത്തേക്ക് വന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു
അവളും എട്ടുകാലുള്ള പ്രേതത്തെ കൊടുക്കുവാനായിട്ടുള്ള ഒരു ട്രാപ്പൊക്കെ ഉണ്ടാക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പക്ഷെ അവർക്കും അത് രഹസ്യമാക്കി വെക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം അവളും അറിയിക്കുന്നു. യോങ്ങിന്റെ മരണശേഷം ഫുഡൊന്നും കഴിക്കാതെ ആകെ വിഷമിച്ചിരിക്കുകയായിരുന്നു രാജ്ഞിയും. അങ്ങനെയിരിക്കെ രാജ്ഞിയോട് ഫുഡ് കഴിക്കുവാനായിട്ട് പറയുവാനായിട്ട് രാജാവിന്റെ വൈഫും അവിടെ എത്തുന്നു. മാത്രമല്ല, രാജ്ഞിയെ സമാധാനിപ്പിക്കുവാനായിട്ടൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഫുഡിന്റെ മണമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്ന അവൾക്കും ഛർദ്ദിക്കുവാനായിട്ടൊക്കെ തോന്നുകയാണ്. പക്ഷെ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന രാജ്ഞിക്കും ഈ ഒരു സമയത്ത് രാജാവിന്റെ വൈഫ് പ്രഗ്നന്റ് ആണോ എന്നൊരു സംശയമൊക്കെ തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്ഞിയും ജോലിക്കാരിയുടെ അടുത്ത് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുവാനായിട്ട് പറയുന്നു. എട്ടുകാലുള്ള പ്രേതത്തെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ രാജാവ് യൂറിയോട് ചോദിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആ പ്രേതത്തെ നമ്മൾ ലൈബ്രറിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അങ്ങനെയിരിക്കെ അവിടെ വെച്ച് തന്നെ നമുക്കും ആ പ്രേതത്തിന് വേണ്ടിയുള്ള ട്രാപ്പ് ഒരുക്കാമെന്ന് യൂറിയും അറിയിക്കുന്നു. രാജാവും ഏത് രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കുവാനായിട്ട് തയ്യാറായിരുന്നു. ഗങ്ചോരിയും ഇപ്പോൾ യൂറിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നിന്നെക്കാളും എക്സ്പീരിയൻസ് ഒക്കെ കൂടുതലുള്ള ഒരുപാട് മന്ത്രവാദിയൊക്കെ കാണുമല്ലോ. അതിൽ പല മന്ത്രവാദിക്കും പ്രോപ്പർ ആയിട്ടുള്ള ദൈവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ നമുക്ക് സമീപിച്ചാലോ? അങ്ങനെ ആക്കുമ്പോഴത്തേക്കും എട്ടുകാലുള്ള പ്രേതത്തെ പിടിക്കുവാനായിട്ട് എളുപ്പമാണെന്നുള്ള രീതിക്ക് ഗങ്ചോരി പറയുന്നുണ്ടെങ്കിൽ പോലും മന്ത്രവാദികൾ സാധാരണയായിട്ട് പ്രേതത്തെ ഇല്ലാതാക്കുവാനായിട്ട് മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നും ആരെങ്കിലും ഇറക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ എട്ടുകാലുള്ള പ്രേതത്തെ ഇല്ലാതാക്കുവാനായിട്ടായിരിക്കും അവർ ശ്രമിക്കുക. പക്ഷെ അതിനിടയ്ക്ക് യൂൺകാപ്പിനെ രക്ഷിക്കുവാനുള്ള ആ ഒരു സാഹചര്യം അവിടെ കൊണ്ട് ഇല്ലാതാക്കും. അതുകൊണ്ട് തന്നെ ഞാനായിട്ട് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തോളാം എന്ന രീതിക്കാണ് യൂറിയും പറയുന്നത്. യൂറിയും ഇപ്പോൾ ഒരു കത്തി കങ്ചോരിനെയും ഏൽപ്പിക്കുകയാണ്. ഈ ഒരു കത്തി കൊണ്ടായിരുന്നു എന്റെ മുത്തശ്ശി ഒരുപാട് പ്രേതങ്ങളെ പരലോകത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കത്തി നിന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്നാണ് അവൾ പറയുന്നത്. ഇപ്പോൾ ഗങ്ചോരി ഒരു ഇമോഗയൊക്കെയാണല്ലോ. പക്ഷെ ഇമോഗയുടെ ഉള്ളിലുള്ള പേളിന് ഡ്രാഗന്റെ ഉള്ളിലുള്ള പേളിന്റെ അത്രയും ശക്തി ഇല്ലെങ്കിൽ പോലും എട്ട് കാലുള്ള പ്രേതത്തേക്ക് കീഴ്പ്പെടുത്തുവാനുള്ള ഒരു ശക്തിയൊക്കെ ഇതിനുണ്ടാകുമെന്ന രീതിക്കാണ് അവളും സംസാരിക്കുന്നത്. ഞാനും ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു പ്രേതത്തെ കീഴ്പ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നീ നിന്റെ ഉള്ളിലെ ഈ ഒരു പേള് വെച്ചിട്ട് ആ പ്രേതത്തെ തടഞ്ഞു നിർത്തണം. കൂടാതെ ഈ കയ്യിലുള്ള കത്തി വെച്ചിട്ട് അതിനെ കുത്തുകയും ചെയ്യണം. അങ്ങനെ നമുക്കും ആ പ്രേതത്തെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന രീതിക്കാണ് അവളും പറയുന്നത്. അതാണ് അവളുടെയും പ്ലാൻ. നേരത്തെ യോങ്ങിന് മരിച്ച സമയത്ത് നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു പേപ്പറൊക്കെ ഉണ്ടല്ലോ. അതേപോലത്തെ ഒരു പേപ്പറൊക്കെ ഇപ്പോൾ കണ്ണു കാണാത്ത മന്ത്രവാദി ഉണ്ടാക്കുകയാണ്. മാത്രല്ല, രാജകുമാരൻ പോകുമെന്ന് ഉറപ്പുള്ള സ്ഥലത്ത് ഇത് വെക്കണമെന്ന രീതിക്കാണ് അയാളും പറയുന്നത്. അതായത് ഇന്ന് രാത്രി രാജകുമാരൻ ഇത് വെച്ചിട്ടുള്ള സ്ഥലത്തിന്റെ അടുത്തോടെ പോകുന്ന സമയത്ത് എട്ടേക്കാലുള്ള പ്രേതം ഉറപ്പായിട്ടും അവനെ പിടികൂടി കൊല്ലുന്നതായിരിക്കുമെന്ന രീതിക്കാണ് മന്ത്രവാദിയും പ്ലാൻ ചെയ്യുന്നത്. രാജകുമാരൻ സ്ഥിരമായിട്ട് പോകാറുള്ള ലൈബ്രറിയിൽ ഇത് വെക്കാമെന്ന പ്രതീക്ഷയോടു കൂടി തന്നെ മന്ത്രവാദി അയച്ച ആള് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതേസമയം ആരെങ്കിലും ലൈബ്രറിയുടെ അടുത്തൂടെ പോകുന്നുണ്ടെങ്കിൽ അയാളെ കൈയോടെ പിടികൂടണമെന്ന് രാജാവും ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പടയാളിയും ചുറ്റും നിരീക്ഷിച്ചൊക്കെ അവിടെ തന്നെ നിൽപ്പുണ്ട്. കൂടാതെ മന്ത്രവാദി അയച്ചിട്ടുണ്ടായിരുന്ന ആള് ലൈബ്രറിയുടെ മുമ്പിലായിട്ട് തന്നെ ഇത് ഒട്ടിച്ചു വെക്കുന്നു. രാജാവിനെ രാജകുമാരനെയും ഇരുത്തിയതിനു ശേഷം യോറിയും കങ്ചോരിയും കൂടി ചേർന്നിട്ട് പ്രേതത്തെ പിടിക്കുവാനുള്ള ട്രാപ്പും ഒരുക്കിയിരിക്കുകയാണ്. രാജകുമാരനും അവനെ എടുക്കുവാനായിട്ട് ഗങ്ചോരിയുടെ അടുത്തായിട്ടും പറയുന്നു. പക്ഷെ ഗങ്ചോരിയും അതിനെ മടിച്ചു നിൽക്കുകയും യൂറി അവനെ എടുക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഗങ്ചോരി തന്നെ അവനെയും എടുക്കുന്നു. ഈ ഒരു സമയത്ത് നീയും പ്രേതത്തെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് യൂറി രാജകുമാരനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ആ പ്രേതത്തെ ഒട്ടും തന്നെ പേടിയില്ല. പക്ഷേ ആ ഒരു പ്രേതം എപ്പോഴും വിഷമിച്ചാണ് ഇരിക്കാറുള്ളത്. എനിക്കും പല തവണയായിട്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് രാജകുമാരനും അവരോട് തുറന്നു പറയുകയാണ്. അപ്പോഴേക്കും അവിടെ എട്ടുകാലുള്ള പ്രേതവും പ്രവേശിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രാജകുമാരന്റെ ഷർട്ടിന്റെ അടുത്തെത്തി കഴിയുമ്പോഴത്തേക്കും യോറിയും അവിടെ ഉണ്ടായിരുന്ന നെറ്റ് ആ പ്രേതത്തിന്റെ ചുറ്റുമായിട്ട് വിരിക്കുന്നു. നെറ്റിലും ഒരുപാട് മന്ത്രങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് അതിന്റെ വെളിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കാതെ പ്രേതവും കുടുങ്ങി പോവുകയാണ്. അപ്പോഴേക്കും കങ്ചോരിയും കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ആ പ്രേതത്തെ കുത്തുന്നു. എങ്കിൽ പോലും ആ പ്രേതത്തിന്റെ ശക്തി കാരണം അവനും തെറിച്ചു വീഴുന്നു. കങ്ചോരിയുടെ ഉള്ളിലുള്ള പേള് വെച്ചിട്ട് മാത്രമേ ആ ഒരു പ്രേതത്തെ കീഴടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് കാസോപ്പ് പറഞ്ഞതിനെ കുറിച്ചൊക്കെ കങ്ചോരിയും ഇപ്പോൾ ഓർക്കുകയാണ്. മാത്രമല്ല, കങ്ചോരിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ശക്തി കൊണ്ട് ഈ പ്രേതത്തെ കീഴടക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന സത്യം ഇപ്പോൾ യൂറിയും മനസ്സിലാക്കുന്നു. കൂടാതെ അവർ നേരത്തെ മന്ത്രം എഴുതിയിട്ടുണ്ടായിരുന്ന നെറ്റിന്റെ അകത്താണല്ലോ എട്ടേക്കാലുള്ള പ്രേതത്തെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ പ്രേതവും അത് കീറുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.